ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു DK's ഇംഗ്ലീഷ് ക്ലാസ് റൂം. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ ഇഡിയംസ്, ഫ്രേസസ് ഇതൊക്കെ വളരെ മനോഹരമായി നമ്മുടെ സംഭാഷണത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ശരിക്കുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടുക. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അതേ ഫീലിങ്ങോട് കൂടി ഒരു ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ആളിനെ ഇംഗ്ലീഷ് മനസ്സിലാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശൈലിയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു ഫ്രേസ് പറഞ്ഞു തരാം. ഡാറ്റ് ഔട്ട്. ഡാറ്റ് ഔട്ട് കേട്ടിട്ടുണ്ടോ? ഈ ഡാറ്റ് ഔട്ട് എന്ന് വെച്ചാൽ ഇറങ്ങി ഓടുക. ഓക്കെ, ഷീ ഡാറ്റഡ് ഔട്ട്, അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടി, അല്ലെങ്കിൽ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഐസ്ക്രീമിൻ്റെ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും, ഐസ്ക്രീം ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കിഡ്സ് ഡാറ്റഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. ആസ് സൂൺ ആസ് ദേ ഹിയർ ദ സൗണ്ട്സ് ഓഫ് ഐസ്ക്രീം ബെൽ ദേ ഡാറ്റഡ് ഔട്ട്, അവരിറങ്ങി ഓടി. അപ്പോൾ ഡാറ്റ് ഔട്ട് എന്ന് വെച്ചാൽ ഇറങ്ങി ഓടുക. നീ എന്തിനാണ് ഇറങ്ങി ഓടുന്നത്? വൈ ആർ യു ഡാറ്റിംഗ് ഔട്ട്? അത് എൻ്റെ മാമൻ വരുന്നുണ്ട്, മാമൻ കുറേ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് വരും, അതിന് നീ എന്തിനാ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്? അല്ല, മാമന് ഇത് വാങ്ങണമല്ലോ, ആദ്യമേ കൂടുതൽ വാങ്ങണമല്ലോ. അപ്പോൾ ഡാറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് ഇറങ്ങി ഓടുക. അപ്പോൾ നമുക്ക് മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ. ഞാൻ ഐസ്ക്രീം ബെല്ല് കേട്ടപ്പോൾ ഡാറ്റ് ഔട്ട് ചെയ്തു. ഐസ്ക്രീം ബെല്ല് കേട്ടപ്പോൾ ഞാൻ ഡാറ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ കുഞ്ഞ് ഡോർ തുറന്ന് ഡാറ്റ് ഔട്ട് ചെയ്തു എന്ന് വെച്ചാൽ എന്താ? ഇറങ്ങി വെളിയിലേക്ക് ഓടി. അങ്ങനെ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് സംസാരിക്കാൻ ആദ്യം പഠിക്കുക. എന്നിട്ട് പതിയെ പതിയെ ആ മലയാളം ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് വാക്കുകൾ എന്ത് ചെയ്യുക? ഫില്ലിങ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഡാറ്റ് ഔട്ട്. ഡാറ്റ് ഔട്ട് മീൻസ് പുറത്തേക്ക് ഇറങ്ങി ഓടുക, അല്ലെങ്കിൽ ഇറങ്ങി ഓടുക. ക്ലിയർ? കുറച്ച് നല്ല എക്സാമ്പിൾസ്, നിങ്ങൾക്ക് കുറച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യുക? തിരുവനന്തപുരത്തുള്ള എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരിക. വെൽക്കം ടു DK's ഇംഗ്ലീഷ് ക്ലാസ് റൂം.